ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞല്ലേ? എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നവരോട് ഞാൻ പൊതുവെ ക്ഷമിക്കാറില്ല. പക്ഷേ നിന്റെ കാര്യത്തില് ഞാനൊരു ആക്ഷേപം വരുത്താൻ പോവാ. ഞാനെടുത്ത ഈ തീരുമാനത്തെ ബഹുമാനിക്കുന്നത് പോലെ ആയിരിക്കണം നിന്റെ പെരുമാറ്റം. ഇല്ലെങ്കിലേ നീ വിവരം അറിയും. ജയിൽ സൂപ്രണ്ട് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവര് പറയുന്നത് ഞാൻ ബഹുമാനത്തോടെ കേട്ടു. പക്ഷേ ആന്റിയെ ഞാൻ എന്തിനാ ബഹുമാനിക്കുന്നത്? ആന്റിയോ? അക്കമ്മാന്ന് വിളിക്കണം. ആലോചിക്കാൻ. അക്കമ്മയുമായി ഉടക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്നെ വിട്ടുപിടിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ലത്. അക്കമ്മ എന്താ അവളെ വെറുതെ വിട്ടത്? അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് കുറച്ച് തന്റേടിയാണെന്നേ ഉള്ളൂ. പാവമാണെന്നാ തോന്നുന്നത്. അവക്കൊരാളെ കൊല്ലാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവരെ എന്തിനാ ദൈവം വെറുതെ ശിക്ഷിക്കുന്നതെന്നൊരു ചിന്തയുണ്ട്. ആ ദേഷ്യം ചിലപ്പോ ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നതായിരിക്കും. അവള് കുട്ടിയല്ലേ, ഈ ഒരു തവണത്തേക്ക് വിട്ടുകളയാം. അക്കമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഭക്ഷണം സെല്ലിലേക്ക് എത്തിക്കില്ലേ?